കേരളത്തിലെ പ്രബലമായ ഒരു രാഷ്ട്രീയ മുന്നണി കഴിഞ്ഞ 8 തെരഞ്ഞെടുപ്പുകളിൽ ഒരു മണ്ഡലത്തിൽ ജയിക്കുന്നത് എതിർമുന്നണിയാണ്. ആ സീറ്റൊന്ന് പിടിച്ചടക്കണം, അവിടെ ജയിക്കണം. പണ്ട് അവരുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അവിടെ ഒന്നുകൂടെ ജയിക്കണം എന്ന് ആ മുന്നണിക്ക് ഒരു തോന്നലുണ്ടാവുന്നതിൽ തെറ്റില്ലല്ലോ. അത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷെ അവരുടെ പാർട്ടിയിൽ അവിടെ മത്സരിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അന്വേഷിച്ചു. കയ്യിൽ 4 കാശും അല്പം തടിമിടുക്കുമുള്ള ഒരാൾ വേണമല്ലോ. അങ്ങനെ ഒരാളെ കണ്ടെത്തി അവിടെ മത്സരിപ്പിക്കുന്നു. ആദ്യത്തെ തവണ ജയിക്കുന്നു. 11,500 വോട്ടിന്റെ ഭൂരിപക്ഷവും കിട്ടി. മോശമല്ല, നല്ലൊരു ഭൂരിപക്ഷമാണ് കേരളത്തിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ. 2ാം തവണയും ജയിച്ചു. പക്ഷേ ഭൂരിപക്ഷം 2,700 വോട്ട് മാത്രമാണ്. എങ്കിലും ജയിച്ച പുള്ളിക്കാരൻ വിചാരിച്ചു താനൊരു വലിയ പപ്പുള്ളയാണെന്ന്. അല്ലെങ്കിൽ കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തനിക്ക് ചുറ്റുമാണ് കറങ്ങുന്നത്. അങ്ങനെ വിചാരിച്ചു പോയി. കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ PV അൻവറാണ് കഥാപാത്രം. നിലമ്പൂരിൽ നിന്ന് 2 തവണ ജയിച്ച MLA. അതിനേക്കാളൊക്കെ ഉപരി കേരള സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള അല്ലെങ്കിൽ ജനപിന്തുണയുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതാവാണ്. അദ്ദേഹം നിലമ്പൂരിലെ MLA സ്ഥാനം രാജിവെച്ചപ്പോഴാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഒരു ആവശ്യവുമില്ലാത്ത ഒരു കാര്യമായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ 1 കൊല്ലം കൂടെ ഉള്ളൂ. ആ 1 കൊല്ലത്തേക്ക് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നു. ഭരണഘടനാപരമായിട്ട് അങ്ങനെ ചെയ്യണം. അപ്പോ താൻ രാജിവെച്ച മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ താൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമെന്നങ്ങ് ചിന്തിച്ചു പോയി, അല്ലെങ്കിൽ നടത്തിയെടുക്കാം എന്ന് വിചാരിച്ചു പോയി. പക്ഷെ അത് നടക്കുന്നില്ല. അൻവറോ അല്ലെങ്കിൽ നിലമ്പൂരോ അല്ലല്ലോ കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഒരു ലോക്കൽ രാഷ്ട്രീയ നേതാവ് വിചാരിച്ചാൽ കേരള രാഷ്ട്രീയത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അങ്ങ് വിചാരിച്ചു പോയി നമ്മളാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന്. പിണറായി വിജയനും PV അൻവറും ഈച്ചയും ചക്കരയും പോലായിരുന്നു. നിലമ്പൂരിൽ മത്സരിക്കാൻ അൻവറിനെ കണ്ടുപിടിച്ചത് പിണറായിയാണ്. അദ്ദേഹത്തിന്റെ ഒരു തന്ത്രമായിരുന്നു അത്. അൻവർ പഴയ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള വളരെ പ്രശസ്തമായ കോൺഗ്രസ് കുടുംബമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു പാർലമെന്ററി വ്യാമോഹം വന്നപ്പോൾ സീറ്റ് കിട്ടിയില്ല. കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുത്തില്ല. അവിടെ വരെ കൊള്ളാവുന്ന കോൺഗ്രസ്സുകാർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സീറ്റ് കൊടുക്കാഞ്ഞത്. അല്ലെങ്കിൽ UDF ആളുകൾ ഉണ്ടായിരുന്നു, സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ചു, തോറ്റുപോയി. അങ്ങനെ നിൽക്കുമ്പോഴാണ് അൻവർ പറ്റിയൊരു കക്ഷിയാണെന്ന് നമ്മുടെ പിണറായി വിജയന് തോന്നിയത്. അങ്ങനെ അൻവറിനെ സമീപിച്ചു. അൻവർ മത്സരിക്കുന്നു, ജയിച്ചു. ആ കഥയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിണറായിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതായത് നിലമ്പൂര് ആര്യാടൻ പോകുമ്പോൾ തുടർച്ചയായിട്ട് 8 തവണ ജയിച്ച മണ്ഡലമാണ്. അത് തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. രാഷ്ട്രീയമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അപ്പോൾ വലിയ ഇഷ്ടമായിരുന്നു അൻവറിനെ. നിലമ്പൂര് തിരിച്ചു പിടിച്ച ആളാണല്ലോ. അതുകൊണ്ട് തന്നെ അൻവർ പറഞ്ഞ പല കൊള്ളരുതാത്ത കാര്യങ്ങൾക്കും ശരിയല്ലാത്ത കാര്യങ്ങൾക്കും പിണറായി കൂട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്തുണ നൽകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഈ കുട്ടിയോ വെച്ച് തെറ്റി. എവിടെയാണ്, എന്തുകൊണ്ടാണെന്ന് നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാ. പറ്റാത്ത എന്തെങ്കിലും വരം ചോദിച്ചു കാണും. സാധാരണഗതിയിൽ പിണറായി വിജയൻ എന്തെങ്കിലും ഒരു വരം ചോദിച്ചാൽ കൊടുക്കുന്ന ആളാണ്. പക്ഷെ പറ്റുന്നതായിരിക്കില്ല. ഏതായാലും തമ്മിൽ തെറ്റി. അതങ്ങനെയാണല്ലോ. ഇഷ്ടക്കാർ തമ്മിലൊരു അകൽച്ച ഉണ്ടായാല് അതിന്റെ ശത്രുതയ്ക്ക് അങ്ങോട്ട് മൂർച്ച കൂടും. അത് കൂടുതൽ അങ്ങ് ശക്തമാകും, അകൽച്ച അങ്ങ് വർദ്ധിക്കും. അതാണ് ഇവരുടെയും കാര്യത്തിൽ സംഭവിച്ചത്. പിന്നെ CPM-ന്റെ ഒരു അസോസിയേറ്റ് MLA ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ അൻവറിന്റെ വക എന്തോ ഒരു പെർഫോമൻസ് ആയിരുന്നു. പിണറായി വിജയനെ കുറിച്ച് എന്തുമാത്രം പള്ളു പറഞ്ഞു. പിണറായി വിജയനെ കുറിച്ച് മാത്രമോ, കുടുംബത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് മകളെക്കുറിച്ച്, CPM-നെ കുറിച്ച്, പിണറായിയോട് അടുപ്പമുണ്ട് എന്ന് കരുതുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച്, ADGP അജിത് കുമാറിനെ പറ്റി, ഈ മലപ്പുറം കോഴിക്കോട് ഭാഗത്ത് കിടക്കുന്ന സ്വർണം പൊട്ടിക്കല്, അതായത് ഈ ഹവാല വഴി അല്ലെങ്കിൽ കള്ളക്കടത്ത് വഴി വരുന്ന സ്വർണം അത് വഴിയിലിട്ട് പിടിച്ച് തട്ടിപ്പറിക്കുന്നതിനാണ് ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്നത്. അതിലൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൈയുണ്ട്. അവരുടെ നേതൃത്വത്തില് അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് വരെ പറഞ്ഞു. എന്തൊക്കെയോ പറഞ്ഞു. എന്തോരം പെർഫോമൻസ് ആയിരുന്നു. ഇതിലൊക്കെ സ്വാഭാവികമായും വലിയ മാധ്യമ ശ്രദ്ധ ലഭിക്കുമല്ലോ. പിണറായി വിജയനോട് ഏറ്റവും അടുത്ത് നിന്ന ഒരു ആള് MLA, CPM-ന്റെ ഒരു അസോസിയേറ്റ് MLA, അദ്ദേഹം പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ കെട്ടുപാടുകളൊക്കെ പൊട്ടിച്ചു പുറത്തു വന്ന് കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഏതാണ്ട് അന്തഃപുര രഹസ്യങ്ങൾ എന്ന മട്ടിലാണ് അവതരിപ്പിച്ചത്. അതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അദ്ദേഹത്തിനൊപ്പം കൂടും, ചുറ്റും കൂടും. അദ്ദേഹം പറയുന്നതൊക്കെ കേൾക്കും. അതവരെ റിപ്പോർട്ട് ചെയ്യുകയോ ടെലികാസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ നിരന്തരം അങ്ങനെ ടെലിവിഷൻ സ്ക്രീനുകൾ അദ്ദേഹം നിറഞ്ഞു നിന്നു.
പ്രതിപക്ഷവും ശ്രദ്ധിക്കുമല്ലോ, ചെവി കൊടുക്കുമല്ലോ. കാരണം ഭരണപക്ഷത്തിനെതിരായിട്ടാണല്ലോ പറയുന്നത്, അതും പ്രത്യേകിച്ച് പിണറായിക്കെതിരായിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഭള്ളുപറച്ചില്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷവും ശ്രദ്ധിക്കും. ആദ്യമൊന്നും പിണറായി വലിയ മൈൻഡ് ചെയ്തില്ല കേട്ടോ. അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഏറ്റവും അവസാനമാണ് 1-2 വാക്കുകൾ പറഞ്ഞത്. അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ അൻവർ എന്താ വിചാരിച്ചത്? കേരള രാഷ്ട്രീയം തനിക്ക് ചുറ്റും അങ്ങനെ കറങ്ങുകയാണെന്ന്, സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് അദ്ദേഹം അങ്ങ് മാറിയെന്ന് അദ്ദേഹം തന്നെ അങ്ങ് ധരിച്ചു. അദ്ദേഹമാണ് ഇനി തീരുമാനിക്കുക. പിണറായിയും അൻവറും തമ്മിൽ, പിണറായിയും ജനങ്ങളും തമ്മിൽ. ആ ജനങ്ങളെ നയിക്കുന്നത് ആരാ? അൻവർ. ഈ മട്ടിൽ അദ്ദേഹം അങ്ങ് ധരിച്ചു വശായാൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ MLA സ്ഥാനം രാജിവെക്കുന്നു. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു കളവൊരുങ്ങുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ ഇനി നിലമ്പൂരിൽ മത്സരിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ UDF സഹായിക്കാം, UDF കൂടെ നിൽക്കാം. ഇതിനിടയ്ക്ക് അദ്ദേഹം DMK ചേർന്നു. അത് കളിച്ചു പിടിച്ചില്ല. DMK-യും CPM-ഉം അല്ലെങ്കിൽ സ്റ്റാലിനും പിണറായി വിജയനും തമ്മിൽ ഇരിപ്പ് വശം അതാണ്. അവിടെയാണ് അദ്ദേഹം DMK എന്നും പറഞ്ഞു തന്നത്. അവിടെ നിന്ന് പുറത്തായി. ഉടനെ പിന്നെ ബംഗാളിൽ വെച്ച് പിടിച്ചു. കൽക്കത്ത തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ്, എന്നിട്ട് അതിന്റെ ഒരു യൂണിറ്റോ സംസ്ഥാന കമ്മിറ്റിയോ മറ്റോ ഇവിടെ ഉണ്ടാക്കി. എന്തായാലും തെരഞ്ഞെടുപ്പ് ഉറപ്പായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഈ മലയോര മേഖലകളിലെ ക്രൈസ്തവര് അവർക്ക് കൂടെ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം. നിങ്ങൾ നിർത്തണം, കോൺഗ്രസ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം. അപ്പൊ ഞാനൊരു പേര് നിർദ്ദേശിക്കാം, VS ജോയി, DCC പ്രസിഡന്റ്. നല്ല ഇറക്കനാ, മിടുക്കനാ, മത്സരിപ്പിക്കാൻ പറ്റുന്ന ആളാ, മത്സരിച്ചാൽ ജയിക്കുന്ന ആളാ, മത്സരിച്ച് ജയിച്ച് നിയമസഭയിൽ വരേണ്ട ആളാണ്, നാളെ ഉയരങ്ങളിലേക്ക് പോകേണ്ട ഒരാളാ. അദ്ദേഹം കയറി VS ജോയിയുടെ പേരങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് അത് പിടിക്കുമോ? കോൺഗ്രസ്സുകാർക്ക് ജോയി വേണോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം വഹിക്കുന്ന മറ്റൊരാൾ ആര്യാടൻ ഷൗക്കത്ത് അത് വേണോ? അത് അവർ തീരുമാനിക്കും. അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ നിർദ്ദേശം, ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ ജയിക്കാം, നിങ്ങൾ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം. അപ്പൊ കോൺഗ്രസ്സുകാരുടെ കറുത്ത മുഖം കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാനങ്ങനെ VS ജോയി എന്നൊന്നും പറഞ്ഞിട്ടില്ല, മലയോര നിവാസികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്ന, അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കണം, അപ്പൊ കൂടുതൽ വോട്ട് കിട്ടും എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്ന് കളം മാറ്റി ചവിട്ടി നമ്മുടെ അൻവർ സാഹിബ്. പക്ഷെ കുറെ കഴിഞ്ഞപ്പം പറഞ്ഞു, ഇത് ഏത് ജഗത്താൻ മത്സരിച്ചാലും ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടാവും, പിന്തുണ നൽകും, സ്ഥാനാർത്ഥി ആരുമായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഷൗക്കത്തിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നു. ആര്യാടൻ ഷൗക്കത്ത് ആയിരിക്കും സ്ഥാനാർത്ഥി. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്ന കണ്ടപ്പം അദ്ദേഹം പെട്ടെന്നൊരു പ്രഖ്യാപനം, ഷൗക്കത്തിനെ പാടില്ല, ഷൗക്കത്താണെങ്കിൽ ഞാൻ സഹായിക്കില്ല, ഷൗക്കത്താവാൻ പാടില്ല. ഷൗക്കത്തിനോട് പുള്ളിക്കാരൻ അത്ര ഇഷ്ടമല്ല. കാരണം വേണ്ട 1/2 കാലം നിലമ്പൂരിന്റെ അനിഷേധ്യ നേതാവ്, കിരീടം വെക്കാത്ത രാജാവായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ഈ ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിൽ അൻവർ ആദ്യം മത്സരിക്കുമ്പോൾ എതിരാളിയായിരുന്നു, ഷൗക്കത്തിനാണ് തോൽപ്പിച്ചത്. ഷൗക്കത്ത് മുനിസിപ്പൽ ചെയർമാനായിരുന്നു, നല്ല ചെയർമാനായിട്ട് പേരെടുത്ത ആളാണ്. വെറും രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, എഴുത്തുകാരൻ, ചലച്ചിത്ര നിർമ്മാതാവ്, സാമൂഹിക രംഗത്ത് ഒരു അല്പം പുരോഗമന ചിന്ത, അല്പമല്ല നല്ലപോലെ പുരോഗമന ചിന്ത ഉയർത്തിപ്പിടിക്കുന്ന ആള്. അത്തരത്തിലുള്ള ഷൗക്കത്തിനോട് അദ്ദേഹത്തിന് അങ്ങോട്ട് പോരാ, ഇഷ്ടം പോരാ. അതുകൊണ്ട് ഷൗക്കത്തിനെതിരായിട്ട് നിന്നു. ഷൗക്കത്ത് പാടില്ല എന്ന് അദ്ദേഹം ഒരു നിബന്ധന അങ്ങ് വെച്ചു. എങ്കിലും എന്റെ പിന്തുണ ഉണ്ടാവും. അതിന് ഷൗക്കത്തിനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നെങ്കിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തും. കോൺഗ്രസ് പേടിച്ചു പോകുന്ന വിചാരിച്ചത്. അൻവർ അതുപോലൊരു മഹാനാണല്ലോ. അൻവർ മത്സരിച്ചാൽ ആകാശം പിടിച്ചു വീഴും. അല്ലെങ്കിൽ ഇനി തൃണമൂൽ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാലോ? വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ കേരളത്തില് TMC, തൃണമൂൽ കോൺഗ്രസ്. അവർ പേടിച്ചു പോകും. ഇദ്ദേഹത്തിന്റെ നിബന്ധനകള്, ഡിമാൻഡ്, അല്ലെങ്കിൽ അന്ത്യശാസനം പോലെയുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ, അതിനൊക്കെ കോൺഗ്രസ് വഴങ്ങിപ്പോകും എന്നാണ് അവർ വിചാരിച്ചത്. കോൺഗ്രസ് അങ്ങനെ ഇങ്ങനെയൊന്നും സ്ഥാനാർത്ഥികളുടെയും മറ്റും കാര്യത്തിൽ വഴങ്ങുന്ന പാർട്ടിയൊന്നുമല്ല. ചില സാമുദായിക സംഘടനകള്, വ്യക്തികള്, സമൂഹത്തിൽ സ്വാധീനമുള്ള ആളുകൾ ഒക്കെ പറഞ്ഞാലൊരു അഭിപ്രായം പറഞ്ഞാലൊക്കെ അവര് കേട്ടെന്നിരിക്കും. ഇപ്പൊ നിലമ്പൂർ മണ്ഡലം ഉദാഹരണമായിട്ട് എടുത്താല് ലീഗ് ഒരു അഭിപ്രായം പറയാം, സണ്ണി ജോസഫിനോടോ അല്ലെങ്കിൽ KC വേണുഗോപാലിനോടോ VD സതീശനോടോ പറയാണ്, നമുക്ക് ഇന്ന ആളാണ് സ്ഥാനാർത്ഥിയെങ്കിൽ കുറെ കൂടെ നന്നായിരിക്കും, ഞങ്ങളുടെ പ്രവർത്തകർക്കും അദ്ദേഹം സ്വീകാര്യനാണ് എന്നോ മറ്റോ പറഞ്ഞാൽ അവർ പരിഗണിക്കും. കാരണം മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയ നിലമ്പൂരിൽ വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ്. അതുപോലെ അൻവർ പറയുന്നത് കേൾക്കണമെന്നല്ലല്ലോ. അൻവർ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്, ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കും. പക്ഷെ കോൺഗ്രസ് അങ്ങനെയല്ല ചിന്തിച്ചത്.
പുറമേ നിന്നുള്ള യാതൊരു ഇടപെടലിനും വഴങ്ങിക്കൊടുക്കണ്ട എന്ന് കോൺഗ്രസ് അങ്ങ് തീരുമാനിച്ചു. ഇത് പുതിയ കോൺഗ്രസ് നേതൃത്വം നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു ചെറിയ പ്രതിസന്ധി. ഇതൊരു വലിയ പ്രതിസന്ധി ഒന്നുമല്ല, ഒരു ചെറിയ ഒരു പ്രതിസന്ധി എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. സണ്ണി ജോസഫ് പ്രസിഡന്റ്, 3 വർക്കിംഗ് പ്രസിഡന്റുമാരൊക്കെ വന്നതിന് ശേഷം അവരതിനെ വളരെ ധീരമായിട്ട് നേരിട്ടു. UDF കൺവീനർ അടൂർ പ്രകാശ് ഒപ്പം നിന്നു. അവർ തീരുമാനിച്ചു, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തീരുമാനിക്കും. അങ്ങനെയാണ് നടന്നത്. പക്ഷെ അൻവർ വിചാരിച്ച വേറെ രീതിയിലാണ്. ജോയി സ്ഥാനാർത്ഥിയാവുന്നു, ജോയി ജയിക്കുന്നു. അവിടെ UDF ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് രണ്ടാമത്തെ കാര്യം, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ജോയി ജയിച്ചാൽ ആ വിജയത്തിന്റെ ഒരു പങ്ക്, ഒരു നല്ല പങ്ക് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ അവകാശപ്പെടാം. അതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ കണക്കുകൂട്ടൽ. പക്ഷെ ഷൗക്കത്ത് ജയിച്ചാൽ അത്രയും ഗമ്മ് കിട്ടത്തില്ല. ആർക്ക്? അൻവറിന്. കാരണം അൻവർ എതിർക്കുന്ന ആളാണല്ലോ ഷൗക്കത്ത്. ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി ജയിച്ചാലോ അതിൻ്റെ ഒരു ലാഭം, അതിൻ്റെ ഒരു പ്രയോജനം പുള്ളിക്കാരന് കിട്ടത്തില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ വാശി പിടിച്ചത്. ഷൗക്കത്ത് അരുത്, ജോയിയെ നിർത്തണം, അല്ലെങ്കിൽ ഞാൻ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നടന്നില്ല. കോൺഗ്രസ്സുകാർ അന്തസ്സായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. സത്യം പറഞ്ഞാൽ അവർ അഭിനന്ദനം അർഹിക്കുന്നു കേട്ടോ. ഇങ്ങനെ ഒരു പ്രാദേശിക രാഷ്ട്രീയക്കാരന്റെ പിടിവാശിക്ക് നിന്നു കൊടുക്കാതിരുന്നതിന്റെ പേരിലാണ്. ഒരു പ്രധാനപ്പെട്ട ദേശീയ പാർട്ടിയല്ലേ, ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ, അവർക്ക് ഈ അൻവറിനെ പോലെ ഒരാൾ പറയുന്നത് കേട്ട് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവർ വളരെ അന്തസ്സായിട്ട് കൈകാര്യം ചെയ്തു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി, അത് ഞങ്ങൾ തീരുമാനിക്കും. അങ്ങനെ തന്നെ തീരുമാനിച്ചു, അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരു പുതിയ കേസുകെട്ടുമായിട്ട് വന്നിരിക്കുക. കുറേ ദിവസമായിട്ട് UDF ഒന്ന് കയറി കിട്ടണം, അതിനുവേണ്ടി നിൽക്കുക. തൃണമൂൽ കോൺഗ്രസിനെ പറഞ്ഞല്ലോ, തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട കക്ഷിയാണല്ലോ. പറഞ്ഞ ഉടനെ അങ്ങോട്ട് UDF പ്രവേശിപ്പിക്കാൻ. അതിൻ്റെ ലാക്കെന്താ? അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നു, എവിടെയെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കാം, സീറ്റ് കൊടുക്കുമായിരിക്കും. UDF ഇത്രയൊക്കെ സഹായിച്ചതിൽ ഒരു സീറ്റ് കൊടുത്തേക്കാം, ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് കൊടുത്തേക്കാം. ലീഗിനും അദ്ദേഹത്തോട് ഒരു ചെറിയ താല്പര്യമൊക്കെ ഉണ്ട്. രാജിവെച്ചപ്പോൾ അദ്ദേഹം നേരെ പോയത് പാണക്കാട്ട് തറവാട്ടിലേക്കാണ്. അവിടെ ചെല്ലുന്നവരെയൊക്കെ അവര് സഹായിക്കും, അതവരുടെ ഒരു രീതിയാണ്. അപ്പോൾ ഒരു സീറ്റ് കിട്ടിയേക്കാം, ലീഗും ഒക്കെ സഹായിക്കും. അപ്പൊ ഒരു ഘടക കക്ഷിയാണെങ്കിൽ മന്ത്രിയാവാം. LDF പോലല്ല, UDF ഒരു ഒറ്റ അംഗമുള്ള കക്ഷിയാണെങ്കിൽ അവർ മന്ത്രിയാകും. അപ്പൊ അൻവർ സാഹിബിന് മന്ത്രിയാവാം. അതായിരുന്നു കണക്കുകൂട്ടൽ. ചേട്ടാ, ഇതുപോലൊരു പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. അതും പ്രധാനമായിട്ടുള്ളത് ബംഗാളിലാണ്. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച പാർട്ടിയാണ്. അതിന്റെ ഇവിടുത്തെ കേരള ഘടകത്തെ UDF അംഗമായിട്ടൊരു അസോസിയേറ്റ് അംഗമായിട്ടാണ്, ഒരു ഫുൾ ഫ്ലഡ്ജഡ് അംഗമല്ല. അതുപോലെ ഇവർ പറഞ്ഞു, UDF പറഞ്ഞു, ആദ്യം ഒന്ന് അസോസിയേറ്റ് മെമ്പറായിട്ടൊക്കെ ഇരിക്കേ, എന്നിട്ട് നമുക്ക് ഘടകകക്ഷിയാവാം. ഇപ്പം അത് പറഞ്ഞിരിക്കുക. 2-3 ദിവസത്തിനകം അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ ചിലപ്പോൾ TMC മത്സരിച്ചേക്കും. വീണ്ടും ഒരു സമ്മർദ്ദതന്ത്രം, പിടിവാശി. മുന്നോട്ട് പോകണോ പിന്നാക്കം പോകണോ, ആ ഒരു സംശയത്തിലാണ് PV അൻവർ ഇപ്പോഴ്. അൻവർ എതിർത്തിട്ടും ഷൗക്കത്ത് ജയിക്കുകയാണെങ്കിൽ പിന്നെ ആ വിജയത്തിൽ അദ്ദേഹത്തിനൊന്നും അവകാശപ്പെടാനില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി തന്നെ ഇല്ലാതാകും. നിലമ്പൂരിൽ നഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പ്രസക്തി മറ്റെവിടെയെങ്കിലും കിട്ടണമെന്നില്ലല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അത് ലഭിക്കണമെന്നില്ലല്ലോ. ഇനി LDF ജയിച്ചാലോ? UDF പിന്നെ 7 അയൽവക്കത്ത് അടുപ്പിക്കുമോ? ഇനി UDF ജയിക്കുന്നു. ഇത് ആരുടെ സഹായം കൊണ്ടായിക്കോട്ടെ, ആര്യാടൻ ഷൗക്കത്തങ്ങ് ജയിച്ചാൽ പിന്നെ LDF അടുപ്പിക്കുമോ? തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി ഓഫീസിന്റെ അവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകാൻ, അതിന് തൊട്ടപ്പുറത്താണ് AK സെന്റർ. ആ യൂണിവേഴ്സിറ്റി ഓഫീസിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് കടക്കാൻ CPI സമ്മതിക്കുമോ? അപ്പൊ അങ്ങനെ പെട്ടിരിക്കുകയാണ് അൻവർ. കോൺഗ്രസ് എന്താ പറഞ്ഞിരിക്കുന്നത്? പൂർണ്ണ മനസ്സോടെ ആത്മാർത്ഥമായ പിന്തുണ ഷൗക്കത്തിന് കൊടുത്താൽ ഒപ്പം നിർത്താം എന്നാണ്. അത് കേട്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ അൻവറിനെ ഒരുപക്ഷെ അവര് UDF പ്രവേശിപ്പിച്ചേക്കാം. ആദ്യം ഏതായാലും ഒരു ഫുൾ ഫ്ലഡ്ജിന്റെ കക്ഷിയായിട്ടൊന്നും അകത്ത് കടക്കാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഒരു അസോസിയേറ്റ് അംഗമായിട്ടെങ്കിലും അവര് പ്രവേശിപ്പിച്ചേക്കാം. ഇനി അഥവാ മറുതലിച്ചു നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞാൻ പ്രചരണത്തിന് ഇറങ്ങുകയില്ല, വീട്ടിലിരിക്കത്തേ ഉള്ളൂ എന്നാണ്. ആ നിലപാടിൽ അങ്ങോട്ട് ഉറച്ചു നിന്നാൽ വീട്ടിൽ തന്നെ ആയുഷ്കാലം ഇരിക്കേണ്ടി വരും. ബിസിനസ്സും കച്ചവടമൊക്കെ ചെയ്യാം, രാഷ്ട്രീയമായിട്ടൊരു പ്രസക്തിയും കാണത്തില്ല. രാഷ്ട്രീയമായ ഒരു ഹരാഗിരി ആയിരിക്കും, അല്ലെങ്കിൽ ആത്മഹത്യ ആയിരിക്കും. വീട്ടിൽ തന്നെ ഒതുങ്ങി കഴിയേണ്ടി വരും. ഈ രാഷ്ട്രീയ ഹരാഗിരി എന്ന് പറഞ്ഞത്
ഞാനങ്ങ് പിൻവലിക്കുക. ഇത് ജപ്പാനിലെ യോദ്ധാക്കളായ സമുറായികൾ അനുഷ്ഠിക്കുന്ന ഒരു ആത്മബലിയാണ്. അതവരുടെ ധൈര്യത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും ആത്മാർപ്പണത്തിൻ്റെയും ഒക്കെ ദൃഷ്ടാന്തമായിട്ട് കാണുന്ന ഒന്നാണ് ഈ ഹരാഗിരി. ഇതല്ലല്ലോ. നിലമ്പൂരിൽ UDF-നെ പിന്തുണയ്ക്കാതെ TMC-യുടെ സ്ഥാനാർത്ഥിയെ നിർത്തുകയോ അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുകയോ ഒക്കെ ചെയ്താൽ സംഭവിക്കുന്നത് അത് ഹരാഗിരിയല്ല, രാഷ്ട്രീയ ബോധവും ബുദ്ധിയും ഇല്ലാത്തത് കൊണ്ട് ചെയ്യുന്ന വെറും രാഷ്ട്രീയ ആത്മഹത്യ മാത്രമായിരിക്കും. ഹരാഗിരി വേറെയാ, അത് വീരന്മാർക്കും ധീരന്മാർക്കും ഉള്ളതാണ്.